ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ തവണയും ക്രോസ് ആയിട്ട് ലൈൻസ് വരച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പം വീണ്ടും നമ്മൾ ഫാസ്റ്റിൻ്റെ ഡ്രോയിങ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു മൂവിയിലെ ഡ്രോയിങ് നമ്മൾ പാർട്ട് 1 ഔട്ട്ലൈൻ ചെയ്തതിന് 1K വ്യൂ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഒന്നുകൂടെ ചെയ്യാമെന്ന്. കാരണം അത്രയും വ്യൂ വന്നുകൊണ്ട് ഒരു ഡ്രോയിങ് ആണ്, അതായത് ഈ മൂവിയിലെ തന്നെ ഡ്രോയിങ് ഒന്നുകൂടെ ചെയ്യുവാണെങ്കിൽ ചിലപ്പം കുറച്ചൊരു വ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം വീണ്ടും റിപ്പീറ്റായിട്ട് ഫാസ്റ്റിൽ തന്നെ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്, ഓരോരുത്തർ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓരോ ദിവസമായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമുക്ക് വ്യൂ കിട്ടുന്ന ഒരു ടോപ്പിക് നോക്കി ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഔട്ട്ലൈൻ ഇവിടെ ഏകദേശം സൂം ചെയ്തിട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഹെഡിൻ്റെ ഭാഗം, അതായത് മുടിയുടെ ഭാഗം ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വരച്ച് തുറക്കുന്ന ഭാഗം നമുക്ക് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പം ബാക്കിയുള്ള ഭാഗം നമ്മളിപ്പോൾ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ലൈൻസ് വരച്ചിട്ടും ഔട്ട്ലൈൻ ചെയ്യുമ്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ലൈൻസ് വരച്ച് ഔട്ട്ലൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചൊരു ഈസി ആയിട്ട് നിങ്ങൾക്ക് ഔട്ട്ലൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ഓരോ വീഡിയോസും കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിക്കുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ ഡ്രോയിങ് നിങ്ങൾ ചെയ്ത് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഡ്രോയിങ് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് അതിനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ഈ ഒരു ചാനലിലോട്ട് വന്ന ഡ്രോയിങ് പഠിക്കണമെന്ന് താല്പര്യമായിട്ട് വന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഡ്രോയിങ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫോട്ടോ കിട്ടി വരയ്ക്കാൻ വേണ്ടിയിട്ട്, അപ്പം ആ ഫോട്ടോ നിങ്ങൾക്ക് വരച്ചെടുക്കാനുള്ളൊരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഈ ചാനൽ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രാക്ടീസും അതിനുള്ള ചെറിയ ക്ലാസ് പോലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ വീഡിയോസും ചെയ്യാറ്. അപ്പോൾ നമ്മൾ എത്ര വീഡിയോസ് ഒരേപോലെ ചെയ്യുന്നു പറഞ്ഞാലും, അല്ലെങ്കിൽ എത്ര വീഡിയോസിൽ നമ്മൾ ഒരേ മെത്തേഡ് യൂസ് ചെയ്തെങ്കിൽ പോലും നമ്മൾ ഓരോ വീഡിയോയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ കണ്ട് പോകുന്നതിനേക്കാളും നല്ലതായിട്ട് കാണുകയും അതിൻ്റെ ഒപ്പം ഞാൻ പറയുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പം നമ്മൾ വെറുതെ കണ്ട് പോകുന്നതിനേക്കാൾ നല്ല കുറച്ചൊക്കെ കേട്ടൂടെ മനസ്സിലാക്കിയല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയ്ക്കകത്തും കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകുന്നത്. നമ്മളിപ്പം എല്ലാം സെയിം മെത്തേഡാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ എനിക്ക് റിപ്പീറ്റ് ആയിട്ട് പറയാം, എന്നാൽ പോലും അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ വീഡിയോയ്ക്ക് നമ്മൾ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഓരോ ഡ്രോയിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ ഓരോ വീഡിയോയ്ക്ക് പറഞ്ഞു പോകാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലും ചെറിയ ചെറിയ ക്ലാസ് പോലെയൊക്കെയാണ് എടുത്തു പോകുന്നത്. അപ്പോൾ ഓരോ വീഡിയോസും കാണുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞാൽ തന്നെ ഓരോന്നും ക്ലാസ് പോലെയാണ് എടുത്ത് പോകുന്നത്. അപ്പോൾ ഓരോന്നും കാണുക, വരയ്ക്കുക. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ചാനൽ ഫിറ്റ് മെത്തേഡ് മാത്രമല്ല, നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് ഫേസ് വരയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്, ഔട്ട്ലൈൻ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്നും കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കാവുന്നതാണ്, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ഒരുപാട് ചെയ്തിട്ടില്ല, നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് വരുന്നുള്ളൂ. കളർ പെൻസിൽ ഡ്രോയിങ് ഞാനും കൂടുതലായിട്ട് പഠിച്ച് വരുന്നുള്ളൂ. അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്ന വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ആ വീഡിയോസൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും.
അപ്പോൾ നമുക്കിനി കഴുത്തിറക്കുന്ന മാലയും ആ ഡ്രസ്സൂടെ ഒന്ന് വരച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഡ്രസ്സിൻ്റെ ആ ഒരു ഫുള്ളായിട്ട് ഞാൻ ചെയ്യുന്നില്ല, നമ്മൾ മാലയും കാര്യങ്ങളൊക്കെ കാണുന്നിടം വരെ ഭാഗങ്ങൾ വരയ്ക്കുന്നുള്ളൂ, അങ്ങ് വരെ മുട്ടിച്ച് വരയ്ക്കുന്നില്ല കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ, അതായത് ഡ്രസ്സിൻ്റെ ആ ഒരു ഭാഗങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഭാഗങ്ങൾ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കാൻ നേരത്തെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തെങ്കിലും സംശയം ചോദിക്കുക, നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പം വലിയ ആവശ്യം പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും.